1977 മൊറാർജിയുടെ കാലത്ത് 1000 രൂപയുടെ നോട്ട് പിൻവലിച്ചു. അന്ന് 1000 രൂപയുടെ നോട്ട് പിൻവലിക്കുമ്പോൾ ആ നോട്ടിന്റെ മൂല്യം, അത് കൈവശം വെച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം, അന്ന് 1000 രൂപയുണ്ടെങ്കിൽ സിൻഡെക്സ് ടാങ്ക് നിറയെ നമുക്ക് പെട്രോൾ അടിക്കാം 1000 രൂപയ്ക്ക്. ഇന്ന് ആ പിൻവലിച്ച അതേ 1000 രൂപ, അതാണ് മോഡി പറഞ്ഞതിലുള്ള വ്യത്യാസം, അതേ 1000 രൂപയ്ക്ക് വിനുവിന്റെ നാനോ കാറിന്റെ പെട്രോൾ ടാങ്ക് ഫില്ലാവുകയില്ല. ഇവിടുത്തെ 86% ആളുകളുടെയും 86% വിനിമയമുള്ള ഈ 2 നോട്ടുകൾ പിൻവലിക്കുമ്പോൾ സർജിക്കൽ സ്ട്രൈക്കാണ്, ഫിനാൻഷ്യൽ സർജിക്കൽ സ്ട്രൈക്കാണെന്ന് പറയുമ്പോൾ സൂക്ഷ്മമായ ആക്രമണമാണല്ലോ സർജിക്കൽ സ്ട്രൈക്ക്. എന്ത് മുന്നൊരുക്കമാണ് ഇവർ നടത്തിയത്? ഇപ്പോൾ ഏഷ്യാനെറ്റിൽ എഴുതി കാണിക്കുന്ന വാർത്ത, ദിവസം 3000 ATM വെച്ച് ഈ 2000 അക്സെപ്റ്റ് ചെയ്യുന്ന രൂപത്തിലാക്കി മാറ്റിയെടുക്കും. 6 മാസം മുമ്പ് എടുത്ത തീരുമാനമായിരുന്നു ഇതെങ്കിൽ ഈ 2000 നോട്ടുകളെ ഉൾക്കൊള്ളുന്ന തരത്തിലെ ATM മാറ്റാൻ, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു ക്രമീകരണം ഇവർ എന്തുകൊണ്ട് ചെയ്തില്ല? ഇനി ആ ക്രമീകരണം ചെയ്താൽ ഈ തീരുമാനം ലീക്ക് ചെയ്യും എന്നാണ് ഒരു വാദം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ATM പാകമാകുന്ന തരത്തിലുള്ള നോട്ടുകൾ ഡിസൈൻ ചെയ്യുന്നതിൽ ഇവർക്ക് വീഴ്ച ഉണ്ടായത് എങ്ങനെയാണ്? മൂന്നാമത്തെ കാര്യം, ഈ ഹൈ ഡിനോമിനേഷൻസ് നോട്ടുകൾ പിൻവലിച്ചപ്പോ സ്വാഭാവികമായും ലോവർ ഡിനോമിനേഷൻ നോട്ടുകളായ 10, 20, 50, 100 നോട്ടുകൾ, അതിന്റെ 5 ഇരട്ടിയും 10 ഇരട്ടിയും പ്രിന്റ് ചെയ്യാൻ 6 മാസത്തെ സമയമുണ്ടായിരുന്നു. അത്തരമൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ 10, 20, 100, 50 നോട്ടുകൾ വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം. ഇപ്പൊ എല്ലാ പ്രശ്നവും തീർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് 2000 നോട്ടാ 4000 രൂപയ്ക്ക്. ഈ 2000 രൂപക്ക് മീൻ വാങ്ങിക്കാൻ കഴിയുമോ? പച്ചക്കറി കടയിൽ പോകാൻ കഴിയുമോ? വീട്ടുവേലക്കാരിക്ക് ദിവസ ശമ്പളം കൊടുക്കാൻ കഴിയുമോ? ഈ ശമ്പളം കിട്ടാത്ത വീട്ടുവേലക്കാരിക്ക് അവരുടെ വീട്ടിലെ കരി വാങ്ങാൻ കഴിയുമോ? ഈ പ്രധാനമന്ത്രി ഏത് ലോകത്താ ജീവിക്കുന്നത്? നാലാമത്തെ കാര്യം, ഈ അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചു, രഹസ്യമായിട്ട് വെച്ചു. പ്രഖ്യാപിക്കുമ്പോൾ രഹസ്യ സ്വഭാവം വേണമായിരിക്കാം. ഇത്തരം ഒരു തീരുമാനം കള്ളപ്പണക്കാരെ പിടിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ന കാര്യങ്ങൾ സംസ്ഥാനങ്ങളിൽ ചെയ്യണം. പിന്നെ അദ്ദേഹത്തെ കാണുന്നത് ജപ്പാനിൽ PP വായിക്കുന്നതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജപ്പാൻ സന്ദർശനം ഉണ്ടായിരിക്കും, പ്രധാനമന്ത്രിക്ക് പോകണമായിരിക്കും, മുമ്പും പോയിട്ടുണ്ടാകാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ തീരുമാനം ഒരാഴ്ചയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമോ നടത്തിക്കൊണ്ട് ഇവിടെ നിന്നിത് ചെയ്യേണ്ടതിന് പകരം ഇപ്പോഴും അദ്ദേഹം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനോ, ഞങ്ങളല്ല രാഷ്ട്രീയവൽക്കരിക്കുന്നത്, പ്രഖ്യാപനം നടത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അവരാണ്. അഞ്ചാമത്തെ കാര്യം, ഇതില് ഉറക്കമില്ലാത്തത് ആർക്കാ? വിനു. ഇതിനെ ആദ്യം പിന്തുണച്ചത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് കൊമേഴ്സ്, ഫിക്കിക്കാര്. അംബാനിക്കോ അദാനിക്കോ ഗോദ്രേജിനോ ഒന്നും ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടും അവർ ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. അമിതാഭ് ബച്ചനോ മോഹൻലാലിനോ മഞ്ജു വാര്യർക്കോ മമ്മൂട്ടിക്കോ കമലഹാസനോ രജനീകാന്തിനോ ബുദ്ധിമുട്ടില്ലല്ലോ. അവരാരും ക്യൂവിലില്ലല്ലോ. ക്യൂവിൽ നിൽക്കുന്നത് ഗതിയില്ലാത്തവനാണ്, ചായ കുടിക്കാൻ മാർഗമില്ലാത്തവനാണ്, പട്ടിണിക്കാരനാണ്. എടമലക്കുടിയിൽ നിന്നും 22 കിലോമീറ്റർ നടന്ന് ആദിവാസി വന്ന് ക്യൂ നിൽക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് യാഥാർത്ഥ്യമാണ് കാണുന്നത്?